ഗൈസ്, ഗുഡ് മോർണിംഗ്. അൽക്ക കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ പന്നിപ്പടക്കം പോലെ പ്രഭാതം പൊട്ടിവിരിഞ്ഞു. ഈ പ്രഭാതം ഇവിടെ പൊട്ടിവിരിഞ്ഞിട്ടുള്ളത് എറണാകുളത്താണ് കേട്ടോ. ആർഭാടകരമായി കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഇനി കയ്യിലുണ്ടാവുന്ന ദിവസമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അമ്മേനെയും കൂട്ടി ചെറിയൊരു കറക്കത്തിന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് ആലോചിച്ച് ആകാശം നോക്കി നിൽക്കുമ്പോൾ ദേ ഒരു മഴവില്ല്. മഴവില്ലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഞാനത് കണ്ടത്. സ്കൈലൈൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സ്? ഇതാ സ്കൈലൈൻ അപ്പാർട്ട്മെന്റ് അല്ലേ? സ്കൈലൈൻ 9B. അതാണോ ഇത്? CID മൂസ. ഹലോ ഗായ്സ്. പെട്ടി നിങ്ങൾ നോക്കണ്ട, ഞാൻ റെഡി ആയി കൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണു. ഒരു കിടിലൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് എണീറ്റു. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുള്ള സമയം ഇപ്പോൾ 7:15 ആയിട്ടേ ഉള്ളൂ. വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ 7:15 നമുക്ക് വളരെ നേരത്തെയുള്ള സമയമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ കൊച്ചിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടെയാണ് വന്നത്. ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ദിവസം ഞാൻ വ്ളോഗ് എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം അധിക ദിവസം നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. എത്ര ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊരു ദിവസം ഒരു ചെറിയ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അടിപൊളിയായിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇന്നലെ എടുക്കണ്ട, ഇന്ന് തൊട്ട് വീണ്ടും എടുക്കുക എന്നുള്ളത്. ഇന്ന് ഞാൻ എടുക്കണോ വേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആദ്യമായിട്ടാണ് ഞാനും അമ്മയും കൂടെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും രോഹിതോ അച്ഛനോ ആരെങ്കിലും ഒപ്പം ഉണ്ടാവാറുണ്ട്. ഇത്തവണ എനിക്കൊരാഗ്രഹം ഞാനും അമ്മയും കൂടെ ഒരു ലേഡീസ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛനും രോഹിത്തൊന്നും ഇല്ലാതെ എങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ അമ്മേനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളൊരു ദിവസം രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പം അമ്മയ്ക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നും കൂടെ നമ്മൾ കൊച്ചി ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു പോവാം. അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാനുള്ളൂ. ഇന്നലെയും നമ്മൾ സെയിം തന്നെയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ എന്നാലും വല്ലപ്പോഴും കിട്ടുന്ന കുറച്ച് ദിവസങ്ങളല്ലേ. അപ്പോൾ ഓരോ ആൾക്കാരുടെ ഒപ്പം സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യലായിട്ട് നല്ല മെമ്മറീസ് ഉണ്ടാകുന്നത് നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതല്ലല്ലോ നമ്മുടെ ഇൻട്രോ. അപ്പോൾ ഈ സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഈ ഒരു കണ്ണിൻ്റെ ഉള്ളിൽ ഒരു യമണ്ടൻ കുരു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വലുപ്പമുണ്ട്. പുറത്തോട്ട് കുരുവിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ഉള്ളിലോട്ട് എനിക്ക് അത്യാവശ്യം നല്ല പെയിനും ഉണ്ട്, ഉള്ളിലോട്ട് അത്യാവശ്യം വലുപ്പമുണ്ട്. കാർത്തിയാനി പോയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. നമ്മൾ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു കാർത്തിയാനി റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ റീൽസിലുമൊക്കെ. അപ്പം എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരു നമ്മളോട് പോയി കഴിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് അവിടുന്ന് ലഞ്ച് കഴിക്കാം. അതിനുശേഷം കുറച്ച് നമുക്ക് ഇങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ നടന്ന് ഈവനിങ് ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോവാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അമ്മയും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു പല കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചെറിയ ഒരു ലേഡീസ് ഡേ ഔട്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ, 2 ദിവസം നമ്മൾ പുറത്ത് പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമ്മൾ ഇവിടെ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എടപ്പള്ളി തന്നെ കേട്ടോ. എടപ്പള്ളി ലുലു മോളിൻ്റെ അടുത്ത് തന്നെയുള്ള മാരിയറ്റില്ലേ, അവിടെ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ തൊട്ടടുത്താണല്ലോ ലുലുവിൻ്റെ. അപ്പോൾ അങ്ങനെ ഇവിടെ സ്റ്റേ എടുത്തു. ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ 12 മണി വരെ ഉണ്ട്. പക്ഷെ എന്നാലും പിന്നെ ഇങ്ങോട്ട് ലഗേജൊക്കെ എടുക്കാൻ വരെയുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. എന്നിട്ട് നമ്മുടെ ഓരോരോ കാര്യങ്ങളിലോട്ട് മെല്ലെ കിടക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ടോ. എൻ്റെ മുടിക്ക് എന്തൊരു പ്രശ്നമുണ്ടല്ലോ. കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ ആരൊക്കെ പറഞ്ഞു അമ്മ ചിരിക്കണില്ലാന്ന്. അമ്മ അതിൻ്റെ വിഷമത്തിലാണ്. ഇപ്പം മുഖത്ത് അതുകൊണ്ട് ചിരി മായ്ക്കുന്നില്ല. ഇങ്ങനെ ഒട്ടിച്ച് വിട്ടോളൂ. ഇപ്പം അത് വിടില്ല. ഇപ്പം ഫുൾ ടൈം ഇങ്ങനെയാണ്. അപ്പോൾ പറയുമ്പോൾ എന്തേലും അമ്മയ്ക്ക് ബേസിക്കലി വിഷ്ണുവിനുള്ള അതേപോലത്തെ പ്രശ്നമുണ്ട് കേട്ടോ. അമ്മ കുറച്ചൊരു ബലം പിടിക്കും ക്യാമറയൊക്കെ വരുമ്പോൾ. ക്യാമറ വരുമ്പോഴല്ല, അമ്മ പൊതുവെ കുറച്ചൊരു റിസർവ് ടൈപ്പാണ്. ഓരോ ആൾക്കാർ ഓരോ പോലെ ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സമയം 9 മണിയായിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഈ സൽവാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫസ്റ്റ് ആയിട്ട് ലവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു ഈ ഒരു സൽവാർ എനിക്ക്. അപ്പം ഞാൻ നമുക്ക് മുഴുവൻ കാണിച്ചു തരാം. അമ്മ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഉള്ളിലാവും. കണ്ടോ, നല്ല രസമല്ലേ? ഇതൊരു 90s 80s ടൈപ്പിലൊക്കെ വരുന്ന ഒരു സൽവാർ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ മമ്മി? അമ്മ ക്യാമറ ചിരിക്കും. അമ്മ ഇതുവരെ അച്ഛനൊരു ഒഴുത്തൊന്നുമില്ലാതെ ഒപ്പം നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ അച്ഛനൊരു ഒഴുത്തില്ലാതെ നിന്റെ ഒപ്പം നിന്നിട്ട്? നല്ലോണം ഉറങ്ങി. ഇത്രകാലം ഉറക്കം കുറച്ച് കുറവുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അമ്മ ഇതുവരെ ഒരു എന്താ പറയുക, എന്തായാലും പറയാം എനിക്കറിയില്ല. അപ്പം അങ്ങനെ നിന്നിട്ടില്ല എന്നുള്ളൊരു പേടി അമ്മയ്ക്ക്. അമ്മ എൻ്റെ ഒപ്പം വരും, ഞാൻ നിർത്തി തരാമെന്ന് അല്ലേ. ഞാനൊരു ദിവസം ഏറ്റവും എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കത് ഒരിക്കലും സ്കിപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ഗ്ലാസ് സ്മൂതി ആണെങ്കിലും 2 ബ്രെഡ് ആണെങ്കിലും എനിക്കത് കുറച്ച് എൻ്റെ ടൈം എടുത്ത് കുറച്ച് രസത്തിലിരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ദോശയിലും പിന്നെ വടയുണ്ടായിരുന്നു, വട, പിന്നെ ഉരുളൻകിഴങ്ങിൻ്റെ ഒരു ബോണ്ട പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് 3 തവണ ഞാൻ കഴിച്ചു തുടങ്ങിയത്. എന്തിനാണെന്നറിയില്ല, ഞാനും ഫോർക്കും നൈഫും ഒക്കെ വെച്ചാണ് കഴിച്ചു തുടങ്ങിയത്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബോധം വന്നു. അപ്പോൾ ഞാൻ കൈ വെച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു റൗണ്ടോടെ തന്നെ എൻ്റെ വയറ് ഏകദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ചുമ്മാ ഒന്നും കൂടെ നടക്കാൻ വേണ്ടി പോയപ്പോൾ പഴങ്കഞ്ഞിയും പിന്നെ അതിൻ്റെ നത്തോലി വറുത്തതും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇരിക്കുന്നു, ചമ്മന്തിയൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കഞ്ഞി ഉപേക്ഷിച്ചു. അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഐറ്റംസ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇതൊരു ABC ജ്യൂസ് ആയിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ചുമ്മാ കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് കഴിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചു. തിരിച്ച് റൂമിലെത്തി. ഞാൻ കുറേയൊക്കെ സാധനങ്ങൾ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആ സമയത്തിനുള്ളിൽ ഞാൻ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാം. മുന്നേ നമ്മൾ ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ അമ്മയായിരുന്നല്ലോ എൻ്റെ കാര്യങ്ങളും കൂടെ എടുത്ത് കറക്റ്റായി ഒന്നും മറക്കാതെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത്തവണ അമ്മയുടെ കാര്യം കൂടെ ഞാൻ അങ്ങോട്ട് പാക്ക് ചെയ്തു. അമ്മയുടെ മുഖത്ത് ചെറിയൊരു ഞെട്ടൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ അത് കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. കോൺവെർസേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചമ്മലായിരിക്കുമല്ലോ. പിന്നെ അവസാനം ഇറങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ 2 പേരും ഒന്നും കൂടെ ടച്ചപ്പ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അമ്മ ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട്. കാരണം ഒട്ടും ഇട്ടുമെന്ന് അറിയാൻ പാടില്ല. പിന്നെ എന്തിനാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവാറില്ല. ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ഇട്ട പോലെ തോന്നരുതെന്നാണ് ലിപ്സ്റ്റിക്കിൽ അമ്മ കൊടുത്തിരിക്കുന്ന ഒരു ടാഗ്. ഇട്ട പോലെ തോന്നരുതെങ്കിൽ ഇടാതിരുന്നാൽ പോരെ? എനിക്ക് എപ്പോഴും വരാറുള്ളൊരു ക്വസ്റ്റനാണ്. ഇത് ചോദിച്ചാൽ അമ്മ ഉത്തരം തരാറില്ല. എല്ലാ കാര്യം വെച്ചില്ലേന്ന് ഞാൻ 2-3 തവണ ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. കാരണം ഇനീഷ്യേറ്റീവ് എടുത്ത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാനം 4-5 സാധനം റൂമിൽ തന്നെ ആണെങ്കിൽ നമുക്കൊരു ക്ഷീണമാണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റേ? അടിപൊളി. അമ്മ തിരിഞ്ഞപ്പം ചിരിക്കും കേട്ടോ. അടിപൊളി സ്റ്റേ ആയിരുന്നു. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്ത് കഴിച്ചിട്ട് ഇനി 2 ദിവസത്തേക്ക് ഭക്ഷണം വേണ്ടെന്ന് അമ്മ പറയുന്നു. നടക്കുക, പോവാ അങ്ങോട്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെക്കൗട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒന്നും കൂടെ റൂം ഒന്ന് ചെക്ക് ചെയ്യണം, എന്തൊക്കെ അവരുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നല്ല പരിചയമുള്ളൊരു മുഖം കേട്ടോ. അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നമ്മുടെ ആക്ടർ ഉണ്ണി മുകുന്ദനില്ലേ, പുള്ളി ഇവിടെ ഇരുന്നു സ്റ്റേ തോന്നുന്നു. അപ്പോൾ പുള്ളീനെ ഇവിടുന്ന് കണ്ടായിരുന്നു കേട്ടോ. കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണുകൊണ്ടൊന്ന് കണ്ടു, അത്രയേ ഉള്ളൂ. നമ്മൾ നേരെ പോകുന്നത് നേരത്തെ പറഞ്ഞില്ലേ, സ്കിന്നിൽ 1-2 പരിപാടികൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ വരുമ്പോഴും ഞാൻ ഒരു ദിവസം അതിന് വേണ്ടി മാറ്റി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഗ്ലോ യങ് ക്ലിനിക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഒരു 9 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തവണ ഇവരുടെ തൃശ്ശൂരിലെ ക്ലിനിക്കിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ എന്തായാലും എറണാകുളം വരുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ വലിയ ക്ലിനിക്കാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടില്ലേ. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇവിടെ ഗ്ലോ യങ് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം തൊട്ടേ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ വരുമ്പോഴേ നമ്മുടെ ടെമ്പറേച്ചർ ഡിഫറൻസും ഹ്യൂമിഡിറ്റി ഡിഫറൻസും ഒക്കെ കാരണം സ്കിൻ ഭയങ്കര പ്രശ്നമാവാറുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് ചില ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. കഴിഞ്ഞ തവണ ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കിന്നിൽ അത്യാവശ്യം നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവായിട്ടൊന്നും തോന്നും ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് ഇത്തവണയും ഞാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അവരുടെ തൃശ്ശൂരിലെ ക്ലിനിക്കിലായിരുന്നു കേട്ടോ. ഇത്തവണ ഞാൻ ഇവിടെ എറണാകുളത്താണ് വന്നിട്ടുള്ളത്. നമുക്ക് 2 പേർക്കുള്ള കൺസൾട്ടേഷൻ ഞാൻ എടുത്തിരുന്നു കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഡോക്ടർ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് പ്രൊസീജിയറാണ് വേണ്ടെങ്കിൽ അതിലോട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേർക്കും മുൻകൂട്ടി അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. കുറച്ച് കാലമായിട്ട് വ്ളോഗ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും, ഞാൻ വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്ക് സ്കിന്നിൽ എക്സീമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം ഞാനും ഗീതവും കൂടെ ഒരു ഗേൾസ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നില്ലേ പോർച്ചുഗൽ. അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ ഒരു കണ്ടീഷൻ ഞാൻ സ്കിന്നിൽ നോട്ടീസ് ചെയ്യുന്നത് കേട്ടോ. അതെനിക്ക് കഴുത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റെഡ് പാച്ചസ് വരിക, അത് കുറച്ച് കഴിഞ്ഞാൽ പോയി സ്കിൻ എക്സ്ട്രീം ഡ്രൈ ആയിട്ട് സ്കിന്നിൻ്റെ മുകളിലെ ലെയർ പീൽ ചെയ്ത് വരിക. അതിനൊരു ചെറിയൊരു ഇച്ചിങ് സെൻസേഷനും ഉണ്ടായിരിക്കും. അവിടുന്ന് ഞാൻ എൻ്റെ GP കാണിച്ചിട്ടുണ്ടായിരുന്നു.
പുള്ളി 1-2 മെഡിസിൻസ് ഒക്കെ തന്നായിരുന്നു കേട്ടോ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കംപ്ലീറ്റ് ക്യൂർ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടലൊക്കെ അവിടെ ഭയങ്കര ഒരു ചടങ്ങാണ്. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഡോക്ടർ അഞ്ജലിനെ തന്നെയായിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ സജസ്റ്റ് ചെയ്ത് 1-2 ട്രീറ്റ്മെൻറ്റ്സ് എടുത്തതിന് ശേഷം. പിന്നെ എൻ്റെ അവരുടെ കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് സ്കിന്നിൽ എക്സീമ ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ എൻ്റെ 1-2 കൺസേൺസ് ഒക്കെ ഞാൻ മെസ്സേജ് ചെയ്തും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ബെനിഫിഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ അവർ പ്രോപ്പർലി കാണുന്ന വേണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിൻ എക്സ്ട്രീം ഡ്രൈ ആണെന്നും അതൊരു മേജർ റീസൺ ആണ് നമുക്ക് എക്സീമ വരാൻ വേണ്ടിയിട്ടെന്നുള്ള കുറച്ച് അനാലിസിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സീമ കണ്ടീഷൻ പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവിടെ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡോക്ടർ അഞ്ജലിയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്നോട് PRPയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മാത്രമല്ലല്ലോ, അമ്മയ്ക്കും കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഈ ഒരു ഏജ് ആകുമ്പോൾ സ്കിന്നിൽ മെലാസ്മ പോലത്തെ കണ്ടീഷൻസ് വരും. നമ്മൾ സ്വന്തമായിട്ട് പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് മന്ത് എടുത്തിട്ടാണ് ചില ആൾക്കാർക്ക് ഫെയ്ഡായി പോവുക. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യുക എന്നുള്ളതായിരുന്നു അമ്മയുടെ കാര്യത്തിൽ മെയിൻ ആയിട്ടുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്കും എനിക്കും അവർ 2 രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തു. ഇനി അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ എപ്പോഴും സ്കിന്നിൽ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരൊറ്റ വിസിറ്റ് കൊണ്ട് തീരില്ല കേട്ടോ. നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ഇവിടെ വരേണ്ടി വരും. എനിക്കിവിടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് PRPയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇനിയും 1-2 തവണയും കൂടെ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയാൽ മാത്രമാണ് സ്കിന്നിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ PRP എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ കേൾക്കും വായിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്കിന്നിൽ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തന്നെ ബ്ലഡ് എടുത്തിട്ടുള്ള ഒരു പരിപാടിയാവുന്നതുകൊണ്ട് വലിയ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് വായിച്ചപ്പോഴും കേട്ടപ്പോഴും ചോദിച്ചപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായത്. പക്ഷെ എന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫേസിൽ നമ്മുടെ ബ്ലഡ് തന്നെ ഉപയോഗിച്ചിട്ട് കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രോത്ത് ഫാക്ടേഴ്സ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ PRP ട്രീറ്റ്മെൻറ്റ്സ് മെയിൻലി ചെയ്യുന്നത്. ഇതും പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇതിൻ്റെ എഫക്റ്റ് ലാസ്റ്റ് ചെയ്യുക നമുക്കൊരു 18 months വരെയൊക്കെ ആയിരിക്കും മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഒരു റൗണ്ട് ഓഫ് PRP ചെയ്യേണ്ടി വരും. ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു നമ്പിങ് ക്രീം അപ്ലൈ ചെയ്യും. ഒരു 20 minutes നമ്മൾ ഈ ഒരു നമ്പിങ് ക്രീം നമ്മുടെ ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മുഖം മരവിച്ച പോലെ ഇരിക്കും. അതിലോട്ടാണ് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ നമ്മുടെ മുഖത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം ആൻറ്റി ഏജിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം സ്കിന്നിലെ റിങ്കിൾസ് കുറയ്ക്കാനും സ്കിന്ന് കുറച്ചും കൂടെ ബ്രൈറ്റർ ആക്കാനും ഒക്കെ PRP ട്രീറ്റ്മെൻറ്റ്സ് പൊതുവേ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം പൊതുവേ ഒരു 1 to 2 weeks കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എഫക്റ്റ് സ്കിന്നിൽ വന്നു തുടങ്ങുക. പിന്നെ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാനെപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെ അടുത്ത് എടുക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ കാണിക്കുന്ന ഡോക്ടറുടെ അടുത്ത് എനിക്കൊരു വിശ്വാസം വരണം. കഴിഞ്ഞ തവണ നാട്ടിൽ വന്ന സമയത്തും ഞാൻ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനെനിക്ക് നല്ല ചേഞ്ച് സ്കിന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള ഡോക്ടറുടെ അടുത്തും അതേപോലെ തന്നെ ക്ലിനിക്കിൻ്റെ അടുത്തുമൊക്കെ നമുക്കൊരു വിശ്വാസം വരുമല്ലോ. കഴിഞ്ഞ കൊല്ലം വന്ന് ചെയ്ത അതേ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഓരോ തവണ ഇവിടെ വരുമ്പോഴും എന്തായാലും ഞാൻ ഇവിടെ പോകുക എന്നുള്ളതൊരു പതിവാക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തവണയും ഞാനും അമ്മയും കൂടി ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പ്ലാസ്മ ഇഞ്ചക്റ്റിംഗ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഫേസ് ഇപ്പോൾ കാണുന്നത് പോലെ ആയിരിക്കില്ല, കാരണം മുഖത്ത് ഇത്രയധികം ഇഞ്ചക്ഷൻസൊക്കെ കിട്ടിയതല്ലേ. കുറച്ച് ദിവസം ചെറിയൊരു റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി തൽക്കാലം കഴിഞ്ഞു. ഇനി നമുക്കൊരു സെക്കൻഡ് വിസിറ്റും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ തൃശ്ശൂർ പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് കുറച്ചും കൂടെ അടുത്ത് തൃശ്ശൂരാണല്ലോ. ഇവിടെ കഴിഞ്ഞോ അങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അമ്മേൻ്റെ മുഖം കാണാൻ? മുഖം ചോദിച്ചാൽ കാർത്തികനെ പറയണം കേട്ടോ. മുഖം എങ്ങനെയുണ്ട്? നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് വന്നു എന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ ക്യാമറ വന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ വ്യത്യാസം അമ്മയ്ക്ക് തോന്നുന്നു? മൊത്തം ഗ്ലോ ഒക്കെ വന്നോ? എനിക്ക് അങ്ങനെ ഭയങ്കര ചേഞ്ച് അല്ല കേട്ടോ. എൻ്റെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ലേ, അപ്പോൾ അത്ര തന്നെ എന്നോട് പറഞ്ഞത്. അപ്പോൾ 1-2 തവണയും കൂടെ PRP ചെയ്യേണ്ടി വരും, എന്നാലാണ് എൻ്റെ സ്കിൻ രക്ഷപ്പെട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും എൻ്റെ സ്കിൻ കുറച്ച് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അറിയില്ല നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുമോ. വീഡിയോയിൽ വേണ്ടത്ര അങ്ങോട്ട് ക്ലിയർ ആവാത്തതാട്ടോ. മുഖത്ത് സൂചി വെച്ച് കിട്ടിയ കുത്തുകളൊക്കെ അത്യാവശ്യം ചുവന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ അത് 1-2 ദിവസം എടുത്തിട്ടാണ് ഹീൽ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്കിവിടുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസും അതേപോലെ തന്നെ സൺസ്ക്രീനും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ലാഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കിന്നിൽ കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ. ഇത്തവണ UV ഡോക്സിൻ്റെ സൺസ്ക്രീനാണ് എന്നോട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 2 പേരും ഒരു സെൽഫ് പാമ്പറിങ് സെഷൻ വന്നായിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല സൂചി വെച്ച് കുത്താണ് കിട്ടിയത്. പക്ഷെ
നമുക്കറിയില്ലല്ലോ നമ്മുടെ സ്കിന്നിലുള്ള റിയൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം നമ്മളാരും ഡോക്ടേഴ്സ് ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സീമ വരുമായിരുന്നു സ്കിന്നിൽ, ഇവിടെയൊക്കെ റെഡ് കളറ്. അപ്പോൾ ഇവർ എക്സാമിൻ ചെയ്തതാ പറഞ്ഞത് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അമ്മ ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതപ്പോൾ ചിരിച്ചത്. അപ്പോൾ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള യൂസ് ചെയ്യേണ്ട ടോണറും മോയ്സ്ചറൈസറും എല്ലാം തന്നിട്ടുണ്ട്. ഒരു സെഷനും കൂടെ PRP എടുക്കേണ്ടിയിരുന്നു പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ സ്കിൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഇത്തവണ കുറച്ചും കൂടെ ഇങ്ങനെ, ചിലപ്പോൾ അവിടെയും സമ്മറൊക്കെ അല്ലേ, പിന്നെ അവിടുത്തെ സൂര്യൻ ഒട്ടും നല്ല സൂര്യനല്ല. അപ്പോൾ കൂടുതൽ നമ്മൾ പോളാറിനോട് അടുത്ത് കിടക്കുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മുടെ വിലയിരുത്തൽ. പക്ഷേ ലാസ്റ്റ് ടൈം എനിക്ക് ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റീവായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരാനുള്ള റീസൺ. അപ്പോൾ എന്തായാലും തൽക്കാലം ഗ്ലോയിങ്ങിനോട് ബൈ ബൈ. വീണ്ടും നമ്മൾ തൃശ്ശൂർ വെച്ച് കാണും. അപ്പോൾ എൻ്റെ സ്കിന്നിൽ വന്ന ചേഞ്ചസ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ നാട്ടിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞ് പോവാൻ നേരം ഈ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയായി എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഒരു വീഡിയോ കൂടെ എന്തെങ്കിലും. കാരണം എത്ര എഫക്റ്റീവാന്നുള്ളത് നമ്മൾ പറയണമല്ലോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ തൽക്കാലം നമ്മളിവിടെ നിന്ന് ഇറങ്ങി. നമുക്കിനി കാർത്തിയാനി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മയ്ക്ക് കാർത്തിയാനി പോകണോ? അമ്മ ചിരി വിട്ട് ഉത്തരം പറയുമോ? ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാത്രി വരണുണ്ട്. അമ്മ ഭയങ്കര കഴിപ്പായിരുന്നു അവിടെ. ഒരക്ഷരം ഉണ്ടല്ലോ ഞാൻ ചോദിക്കുമ്പോ സമയം കളയുന്നു, ഞാൻ വേഗം കഴിക്കട്ടെ എന്നായിരുന്നു. അതൊന്നല്ല, ഞാൻ അത്രയൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. അപ്പൊ അതിന്റെ ഇന്ന് വിഭവ സമൃദ്ധമായി കുറെ കാര്യങ്ങൾ കണ്ടപ്പോ ടേസ്റ്റ് അമ്മ ആക്ച്വലി ഒരു ഫുഡിയാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കിനി ഊബർ ബുക്ക്. നമ്മൾ ഊബർ ഉപയോഗിക്കുമ്പോൾ അതിൽ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യില്ലേ? അപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യം പറയട്ടെ. എൻ്റെ അവിടുത്തെ കാർഡ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ഊബർ സർവീസ് എടുക്കുമ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് നോക്കിയിട്ട് എടുക്കുമ്പോൾ അവിടുത്തെ കാർഡിൽ നിന്ന് €1 €2 ഒക്കെ പോകുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഊബർ എടുത്ത് ഇവിടെ കാർത്തിയാനിയിൽ വന്നിട്ടുണ്ട്. ഞാനും കാർത്തിയാനിയെ പറ്റിയിട്ട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽസും ഷോർട്സും യൂട്യൂബിൽ കൂടെയൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്. ഭയങ്കര സീ ഫുഡിനൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു നെയ്മീൻ തവ ഫ്രൈയും പിന്നെ കാന്താരി കൊഞ്ചുമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇവരുടെ നോർമൽ ഊണായിരുന്നു. അതായത് ചോറുണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെമ്മീൻ പൊടി ഉണ്ടായിരുന്നു, പിന്നെ മീൻകറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കാലിക്കറ്റ് ഒരു അമ്മ മെസ് ഉണ്ട്, അതിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ളതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു ഊണായിരുന്നു. എപ്പോഴും നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ അത്യാവശ്യം വെയിറ്റ് കൂടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത്തവണയും ഞാൻ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 5 കിലോളം കൂടിയിട്ടുണ്ട്. കാണുമ്പോൾ അത്ര തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ 5 കിലോ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിൽ. പിന്നെ ഇപ്പോൾ എനിക്കിത് ശീലമാണ്. നാട്ടിൽ വരുമ്പോൾ നമ്മൾ കഴിക്കുന്നത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം കൊല്ലത്തിൽ ഒരു തവണയൊക്കെ നടക്കുന്നൊരു കാര്യമാണത്. അതുകൊണ്ട് തിരിച്ചു പോയി നമുക്ക് നല്ലൊരു പ്രോപ്പർ ഡയറ്റ് ചെയ്യണം നന്നായിട്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ, എന്തോ ഭാഗ്യത്തിന് വിഷ്ണുവിനും തോന്നിയിട്ടുണ്ട്. വിഷ്ണു ഇപ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ അവിടെയൊക്കെ പോയിട്ടെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു മീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാറില്ലേ, അത്ര ഹെവി മീലൊന്നും കഴിക്കാറില്ല. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഇപ്പോൾ 2 പേർക്കും അതൊന്നുമില്ല. നമ്മൾ കുറച്ച് കാലം അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നാലേ അത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും. എനിക്ക് ഇത്രയും കാലം തോന്നിയിരുന്നില്ല, ഇപ്പോൾ ഒരു 4 ആഴ്ച വരെ. ഇപ്പം എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോയിട്ട് നമുക്കൊരു പ്രോപ്പർ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഫുഡും ഡയറ്റും ഒക്കെ പറഞ്ഞു തീർന്നപ്പോൾ നമ്മളിതേ അവിടുന്ന് ഊബറൊക്കെ എടുത്തിട്ട് ഇവിടെ പോത്തീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എറണാകുളം വന്നു കഴിഞ്ഞാൽ പോത്തീസിലൊന്ന് പോകണം എന്നുള്ളത് വളരെയധികം നിർബന്ധമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇത്രയധികം ഡ്രസ്സ് കാണുമ്പോഴേ അതിൻ്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആകെ അന്തം വിട്ടു പോവും എന്താ എടുക്കേണ്ടതെന്ന് മനസ്സിലാവാതെ. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. ഞാൻ തൽക്കാലം ഒന്നും വാങ്ങിക്കുന്നില്ല, ഞാനിവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അമ്മയുടെ വേറൊരു രൂപമാണ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് കേട്ടോ. അമ്മ ഓരോരോ ഫ്ലോറുകൾ കയറി ഇറങ്ങുന്നു, ചുരിദാർ നോക്കുന്നു, സാരി നോക്കുന്നു, കുർത്ത നോക്കുന്നു, എന്തൊക്കെയോ നോക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ ഒരു ഷോപ്പിംഗ് ടൈമല്ലേ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഞാനിവിടെ പീസ്ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രസ്സ് ഷോപ്പ് ചെയ്യുന്നത് കേട്ടോ. അത് എന്നെപ്പോലെ അമ്മയ്ക്കെന്നല്ല, അമ്മേനെപ്പോലെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഡ്രസ്സ് നോക്കുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് ഞങ്ങൾ 2 പേരും എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് അമ്മ ഇവിടെ വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മളതിന് ശേഷം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഗുഡ് വില്ലും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഈവനിങ് തന്നെ തിരിച്ച് വളാഞ്ചേരിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.